ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാറോ ഇടാറോ ഒന്നും ഇല്ല കേട്ടോ. യൂട്യൂബ് ചാനൽ മൊത്തത്തിൽ അങ്ങോട്ട് ഡൗൺ ആയ പോലെ കേട്ടോ. ഞാൻ എൻ്റെ ഒരു സന്തോഷം വിചാരിച്ചിട്ട് തുടങ്ങിയതായിരുന്നു ഈ ഒരു ചാനൽ. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ മോൻ കുരുത്തക്കേട് കാരണം ഓരോന്ന് ഒപ്പിച്ച് വെക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും ടൈം കിട്ടാറില്ല. കംപ്ലീറ്റ് ഹോസ്പിറ്റലുമായിട്ട് കയറി ഇറങ്ങാൻ എനിക്ക് നേരെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇടികെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ അവനെ പാമ്പും കടിച്ചു കേട്ടോ. അങ്ങനെ ഓരോ ചുറ്റുപാടിൽ പെട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും കഴിയാതെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് സാധാരണ ഞാൻ വീഡിയോസ് എടുക്കാറും എഡിറ്റ് ചെയ്യാറും ഒക്കെ കേട്ടോ. അല്ലാത്തപ്പോൾ എനിക്ക് ഒന്നിനും ടൈം കിട്ടാറില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നതാട്ടോ. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എത്ര നാളായി ഞാനൊരു വീഡിയോ എടുത്തിട്ട്, എത്ര നാളായി നമ്മളൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്ന് എന്തായാലും വീഡിയോ ഇട്ടിട്ട് തന്നെ കാര്യം ചോദിച്ചിട്ടും നന്നായിട്ട് മഴ ആസ്വദിച്ച് ഞാൻ നിന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ മഴ ആസ്വദിച്ച് നടക്കും ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ. ഞാൻ സ്ഥിരം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരും എൻ്റെ അമ്മയുടെ അടുത്താക്കിയതിന് ശേഷം മഴയെ ആസ്വദിച്ച് ഇറങ്ങി നടക്കാറാട്ടോ പതിവുള്ളത്. അപ്പം ഇന്നും ഞാൻ പതിവൊന്നും തെറ്റിച്ചില്ല. രണ്ടുപേരെയും ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് മഴ നന്നായിട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചിലപ്പോഴൊക്കെ ആസ്വാദനം കൂടുമ്പോൾ പനിയൊക്കെ പിടിച്ച് കിടക്കേണ്ടി വന്നാൽ പോലും അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ പഴയ ഓർമ്മകളാണ് എപ്പോഴും എനിക്ക് ഈ ഒരു മഴ ആസ്വദിക്കുമ്പോൾ തോന്നാറുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്കിത് ആസ്വദിക്കാനൊന്നും നേരം കിട്ടാറൊന്നുമില്ലെന്നേ. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴെങ്കിലും ഈ മഴയൊന്നും നനയണ്ടേ, അതൊരു രസമല്ലേ എന്തായാലും. സച്ചുട്ടൻ കാണാതെ കേട്ടോ ഞാൻ മഴയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പാറൂസ് എന്നെ കണ്ടുപിടിച്ചു കേട്ടോ. അവൾ എൻ്റെ കൂടെ വരാൻ വാശി പിടിച്ചെങ്കിലും ഞാൻ അവൾക്ക് മഞ്ഞുതുള്ളി വറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നും പറഞ്ഞിട്ട് വേഗം തന്നെ ഓടുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എത്ര തിരഞ്ഞിട്ടും മഴത്തുള്ളി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മഴത്തുള്ളി എനിക്ക് കിട്ടി. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരുപാട് മഴത്തുള്ളി വരച്ചിട്ടോ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നു പോലും ഇല്ല കേട്ടോ. ഞാൻ ഈ മഴത്തുള്ളി പറിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സിനൊക്കെ ആട്ടോ ഓർമ്മ വന്നിട്ടുള്ളത്. അവരെല്ലാവരും ഇപ്പോൾ തിരക്ക് കാരണം കാണാറ് പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഈ സമയത്തൊക്കെ ഞാൻ അവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഴ ആസ്വദിക്കാൻ ഇറങ്ങിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് ദൂരെ നിന്നും വലിയ ശബ്ദത്തോടെ മഴ പെയ്തു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ. പണ്ടായിരുന്നെങ്കിൽ കടയിലൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കുമ്പോൾ മഴയെ തോൽപ്പിക്കാൻ നെട്ടോട്ടം ഓടാറാട്ടോ പതിവ്. പക്ഷേ ഇത്തവണ എനിക്ക് ഓടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ പെയ്യുകയാണെങ്കിൽ പെയ്യട്ടെ എന്നുള്ളൊരു മട്ടിലാട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നല്ല കുമ്പളപ്പവും കട്ടൻ ചായയും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് കുടിക്കുമ്പോൾ മഴ പുറത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സാധാരണ അമ്മ കറുവയുടെ ഇലയിലാട്ടോ ഈ ഒരു കുമ്പളപ്പ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് കറുവയുടെ ഇല കിട്ടാഞ്ഞപ്പോൾ മറ്റേ പ്ലാവിൻ്റെ ഇലയിൽ വെച്ചിട്ടാട്ടോ അമ്മ ഇന്ന് കുമ്പളപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാറൂസ് മഴ ആസ്വദിച്ച് മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവളുടെ കയ്യിലിരിക്കുന്ന ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താട്ടോ. ഇതാണ് റെഡ് റൂബി ചാമ്പക്ക. ആള് നമ്മുടെ നാട്ടുകാരനല്ല കേട്ടോ, അങ്ങ് തായ്ലൻഡിൽ നിന്ന് വന്നതാണ് കേട്ടോ. റെഡ് കളർ ചാമ്പയ്ക്കൊക്കെ നമ്മൾ റെഡ് റൂബി ചാമ്പക്ക എന്ന് തന്നെയാണ് പറയാറ്. പക്ഷേ ഇയാൾ തായ്ലൻഡ് റെഡ് റൂബി ചാമ്പയ്ക്കാണ് കേട്ടോ. ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഈ ഒരു ചാമ്പക്ക കാണുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല വലിപ്പത്തിലുള്ള ചാമ്പയ്ക്കാണ് കേട്ടോ. നല്ല നിറവും ഉണ്ട്. നമ്മുടെ നാട്ടിലെ ചാമ്പക്ക പോലെ അല്ല കേട്ടോ ഈ ഒരു ചാമ്പക്ക. ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല മധുരവും ഉണ്ട് കേട്ടോ. പുതിയ ചാമ്പക്കയുടെ വരവറിയിച്ചുകൊണ്ട് നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കവർ കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ വളർന്നു വന്ന ചാമ്പക്കയിൽ പ്രാണികളും മറ്റും ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കും കിട്ടിയാൽ ഈ ഒരു റെഡ് റൂബി ചാമ്പ കഴിക്കാൻ മറക്കരുത്, അടിപൊളിയാണ്.